കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വിട്ട ഫ്രാൻസിസ് ജോർജ് വിഭാഗത്തിന്റെ ആദ്യ യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് യോഗം ചേരുന്നത്. പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം ഇന്ന് ഉണ്ടായേക്കും. ഫ്രാൻസിസ് ജോർജിനെ പാർട്ടിയുടെ ചെയർമാനായി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുക്കുക. ഉച്ചയ്ക്ക് 3 മണിക്കാണ് യോഗം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ മറുപടി നൽകും. JNU രോഹിത് വെമുല വിഷയങ്ങളിൽ മോദി മറുപടി പറയണം എന്നാണ് ഇടതുപക്ഷം ആവശ്യപ്പെടുന്നത്. ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ വിവാദ വിഷയങ്ങളിൽ മോദി മൗനം പാലിച്ചത് ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് രാജ്യസഭയിൽ JNU സംഭവത്തിലടക്കം മോദി മൗനം വെടിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കനയ്യകുമാറിനെ ദേശദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടച്ചതടക്കമുള്ള സംഭവങ്ങളിൽ ഇതുവരെ മോദി പരസ്യ പ്രസ്താവനയ്ക്ക് തയ്യാറായിട്ടില്ല. പാർലമെന്റിൽ പ്രധാനമന്ത്രി പ്രസ്താവന നടത്തണമെന്ന് ഇടതുപക്ഷമടക്കമുള്ള പ്രതിപക്ഷം നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ന് നരേന്ദ്രമോദി നയപ്രഖ്യാപന പ്രസംഗത്തുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് രാജ്യസഭയിൽ മറുപടി പറയും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മോദിയുടെ പ്രസംഗം. ഇതിൽ JNU രോഹിത് വെമുല വിഷയങ്ങളിൽ മോദി മൗനം വെടിയുമെന്നാണ് പ്രതീക്ഷ. നന്ദിപ്രമേയ ചർച്ച ഇന്നലെ രാജ്യസഭയിൽ പൂർത്തിയായിരുന്നു. ചർച്ചയിൽ സംസാരിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി കനയ്യകുമാറിനെ അറസ്റ്റ് ചെയ്തതിനെ ന്യായീകരിച്ച് സംസാരിച്ചത് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയാക്കി. സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുക്കാത്ത RSSും സംഘപരിവാർ സംഘടനകളുമാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ദേശസ്നേഹത്തെ വിമർശിക്കാൻ വരുന്നതെന്ന് D. രാജ രാജ്യസഭയിൽ പരിഹസിക്കുകയും ചെയ്തു. അലഹബാദ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റിനെതിരെ BJP നീങ്ങുന്ന സംഭവത്തിലും ഇടതുപക്ഷം രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. നേരത്തെ ലോക്സഭയിൽ നടന്ന നയപ്രഖ്യാപന ചർച്ചയിൽ സംസാരിച്ച മോദി വിവാദ വിഷയങ്ങൾ ഒഴിവാക്കിയത് ഏറെ വിമർശനത്തിനുമിടയാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. നിയമങ്ങൾ കാറ്റിൽ പറത്തി ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിംഗിനായി ദില്ലിയിൽ വേദി ഒരുങ്ങുന്നു. യമുനയുടെ തീരത്ത് ആയിരക്കണക്കിന് ഏക്കർ കൃഷിസ്ഥലങ്ങൾ നശിപ്പിച്ച് കർഷകരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചാണ് വേദി ഒരുക്കുന്നത്. നിരവധി മരങ്ങളും മുറിച്ചുമാറ്റി. നടപടിയെക്കുറിച്ച് ഇന്ന് വിശദീകരണം നൽകണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തോട് ഹർജി ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യമുന നദിക്ക് കുറുകെ പാലം പണിയാൻ സൈന്യത്തെ വിട്ടുകൊടുത്ത പ്രതിരോധ മന്ത്രാലയത്തിന്റെ നടപടിയും വിവാദത്തിലാണ്. ശ്രീ രവിശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ആർട്ട് ഓഫ് ലിവിംഗിന്റെ സ്ഥാപക ദിനാഘോഷ ചടങ്ങാണ് ആയിരക്കണക്കിന് കർഷകരുടെ വയറ്റത്തടിച്ച് യമുന നദീതീരത്ത് നടത്തുന്നത്. 35ാം വാർഷിക ദിനാഘോഷത്തിൽ 35 ലക്ഷം പേർ എത്തുന്ന പരിപാടിക്കായി നിയമങ്ങൾ കാറ്റിൽ പറത്തി വേദി ഒരുങ്ങുകയാണ്. യമുന നദിയുടെ തീരത്ത് ജലസമ്പന്നമായ ഈ ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി സ്ഥലം മണ്ണിട്ടുയർത്തിയാണ് ആർട്ട് ഓഫ് ലിവിംഗ് വേദി ഇവിടെ കെട്ടിപ്പടുത്തിരിക്കുന്നത്. 7 ഏക്കറിലാണ് പല നിലകളിലായി പടുത്തുയർത്തിയ പ്രധാന വേദി മാത്രമുള്ളത്. കടം വാങ്ങി കോളിഫ്ലവറും റാഡിഷും ഉള്ളിയും മറ്റും കൃഷിയിറക്കിയ കർഷകർ ദുരിതക്കയത്തിലായി. വിളഞ്ഞു പാകമായി നിന്ന കൃഷിയിടം ഇവർ പോലും അറിയാതെ സംഘാടകർ മണ്ണിടിച്ച് നിരത്തി. ബുൾഡോസറും മറ്റു യന്ത്രങ്ങളും ഉപയോഗിച്ച് അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള യമുന നദീതീരം നിരപ്പാക്കിയാണ് വേദി ഒരുക്കിയത്. ഇത് തടഞ്ഞ കർഷക കുടുംബത്തിലെ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദില്ലി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി കൂടിയായ സൽമാൻ, സുഹൃത്തുക്കളായ യമീൻ, ശിവകുമാർ എന്നിവരെ ജാമ്യമില്ലാ വകുപ്പിൽ തീഹാർ ജയിലിൽ അടച്ചിരിക്കുകയാണ്. JCB वगैरह और ये सब ट्रैक्टर चला दिया, बिल्डोजर चला दिया सब। ना किसी से पूछा, ना कोई परमिशन लिया, ना कोर्ट से, ना किसी से आए और अपने आप ही उसमें चला दिया JCB ट्रैक्टर. യമുന നദിക്ക് കുറുകെ പാലം നിർമ്മിക്കാൻ സൈന്യത്തെ കേന്ദ്ര സർക്കാർ വിട്ടു നൽകിയത് വിവാദമായിരുന്നു. മറ്റൊരു പാലം PWD നിർമ്മിച്ചു. അർദ്ധസൈനിക വിഭാഗങ്ങളെയാണ് മുഴുവൻ സമയ സുരക്ഷയ്ക്കായി വിനിയോഗിച്ചത്. കർഷകരെ പൂർണ്ണമായി കുടിയൊഴിപ്പിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് മഹാസമ്മേളനം അവസാനിക്കുമ്പോൾ അവിടെ കൃഷി ചെയ്ത് ജീവസന്ധാരണം നടത്തിയിരുന്ന കർഷകരുടെ ആർട്ട് ഓഫ് ലിവിംഗിന് ചരമക്കുറിപ്പ് ഉറപ്പാകും. മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്ന ആത്മീയാചാര്യനും കൂട്ടുനിൽക്കുന്ന കേന്ദ്ര സർക്കാരും ഈ പട്ടിണി പാവങ്ങളുടെ വേദന കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇതോടുകൂടി നിസ്സഹായരായ കർഷകർ നിശബ്ദരാവുകയാണ്. ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. BDJS ഇന്ന് NDA കേരള ഘടകത്തിന്റെ ഭാഗമാകും. BJP BDJS നേതാക്കൾ സംയുക്ത വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യം പ്രഖ്യാപിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BDJSന് നൽകുന്ന സീറ്റുകൾ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഇരു പാർട്ടി നേതാക്കളും ഇന്നും ചർച്ച തുടരും. കഴിഞ്ഞ ദിവസം BJP BDJS നേതാക്കൾ തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിലാണ് BDJSനെ NDA കേരള ഘടകത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനമായത്. ഇന്ന് BJP BDJS നേതാക്കൾ സംയുക്ത വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യം പ്രഖ്യാപിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും പറഞ്ഞു. NDA എന്ന് പറയുന്ന സംവിധാനം ഇവിടെ തന്നെയുണ്ട്. പുതുതായിട്ട് BDJSും കൂടെ NDAയിൽ വരികയാണ്. പല കക്ഷികളായിട്ട് നേരത്തെ തന്നെ ചർച്ച നടന്നു കഴിഞ്ഞതാണ്. BDJS കൂടാതെ തന്നെ വേറെ പല കക്ഷികളും പ്രമുഖ കക്ഷികളും ഇതുമായി വരും ദിവസങ്ങളിൽ ജോയിൻ ചെയ്യും. അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം NDA കക്ഷി ഉണ്ടാക്കാനായിട്ട്.
അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BDJS മത്സരിക്കുന്ന സീറ്റുകൾ സംബന്ധിച്ച് ചർച്ചയിൽ തീരുമാനമായില്ല. 64 സീറ്റുകളാണ് BDJS ആവശ്യപ്പെടുന്നത്. എന്നാൽ 40 സീറ്റുകൾ വരെ നൽകാമെന്നാണ് BJP തീരുമാനം. BJPയുടെ പ്രധാന നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളും BDJS ആവശ്യപ്പെടുന്നുണ്ട്. ഇവ സംബന്ധിച്ച ധാരണയിലെത്താൻ ഇന്ന് കൂടുതൽ ചർച്ചകൾ നടത്തും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ MK മുനീറിന് ഭീഷണിയായി കുറ്റിച്ചിറയിലെ മുസ്ലിം ലീഗ് വിമതർ. മന്ത്രി എന്ന നിലയിലും MLA എന്ന നിലയിലും MK മുനീർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന കുറ്റിച്ചിറയെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് മാസങ്ങൾക്ക് മുൻപ് വലിയൊരു വിഭാഗം മുസ്ലിം ലീഗ് പ്രവർത്തകർ പാർട്ടി വിട്ടത്. ഇതേ തുടർന്ന് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ പൊന്നാപുരം കോട്ടയെന്നറിയപ്പെടുന്ന കുറ്റിച്ചിറയിൽ നിന്ന് പരമ്പരാഗത മുസ്ലിം വോട്ടുകളിൽ വ്യാപകമായ അടിയൊഴുക്ക് സംഭവിച്ചിരുന്നു. ശക്തമായ പോരാട്ടം നടന്ന 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1000-ൽ പരം വോട്ടുകൾക്കാണ് MK മുനീർ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് മന്ത്രിയായത്. ഇത്തവണയും കോഴിക്കോട് സൗത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി MK മുനീറിനെ പ്രഖ്യാപിച്ചെങ്കിലും മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയെന്നറിയപ്പെട്ടിരുന്ന കുറ്റിച്ചിറയിൽ നിന്ന് നേതൃത്വത്തെ ഞെട്ടിച്ച് രംഗത്ത് വന്ന മുസ്ലിം ലീഗ് വിമതർ MK മുനീറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ശക്തമായ ഭീഷണി ഉയർത്തും. MK മുനീർ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളൊന്നും നടത്തിയില്ലെന്നാരോപിച്ചാണ് മാസങ്ങൾക്ക് മുമ്പ് മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകരായിരുന്ന 100 കണക്കിന് പേർ പാർട്ടി വിട്ടത്. പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യങ്ങളും മന്ത്രി എന്ന രീതിയിൽ മുനീർ നടപ്പിലാക്കിയില്ലെന്ന് വിമതർ പറയുന്നു. കുറ്റിച്ചിറയിൽ കുടിവെള്ള പദ്ധതി, ജനസേവന കേന്ദ്രം, മുഗദാറിൽ മിനി ഹാർബർ, 4 ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് കളിമൈതാനങ്ങൾ തുടങ്ങിയ വാഗ്ദാനങ്ങളെല്ലാം 5 വർഷം പൂർത്തിയാകുമ്പോഴും ഫയലുകളിൽ ഉറങ്ങുകയാണ്. നടത്തിയ ചെറിയ പദ്ധതികളിലാകട്ടെ വ്യാപകമായ അഴിമതി നടന്നതായും ആക്ഷേപമുയർന്നിട്ടുണ്ട്. മണ്ഡലത്തിലും പാർട്ടി പ്രവർത്തകരുടെയിലും മുനീറിനെതിരെ ശക്തമായ വികാരമുണ്ട്. പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റാത്തത് കൊണ്ട് തീരദേശ മേഖലയിൽ മിനി ഹാർബർ നിർമ്മിക്കുന്നതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഗദാർ, കുറ്റിച്ചിറ പോലുള്ള കടപ്പുറം ഏരിയയിൽ മുനീർ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ. ഒരു ഹാർബർ പോയിട്ട് ഒരു ഷെഡ് പോലും മന്ത്രിനെ കൊണ്ട് അവിടെ കെട്ടാൻ സാധിച്ചിട്ടില്ല. ഈ പ്രതിഷേധങ്ങളൊക്കെ പ്രവർത്തകരെയും വോട്ടർമാരെയും പ്രതിഷേധം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ സൗത്ത് നിയോജക മണ്ഡലത്തിലുണ്ടായിരിക്കും. പശ്ചാത്തല വികസന പദ്ധതികളിൽ അഴിമതി ആരോപണമുയർന്നതിൽ ഘടകകക്ഷിയായ കോൺഗ്രസിനകത്ത് നിന്നും ശക്തമായ എതിർപ്പ് മുനീറിനെതിരെ ഉയരുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിമതർ ഇടഞ്ഞു നിന്നതിനാൽ നേരത്തെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ലീഗ് സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്ന കുറ്റിച്ചിറയിൽ ഉൾപ്പെടുന്ന 4 കോർപ്പറേഷൻ വാർഡിൽ 1000-ലേറെ വോട്ടുകൾ മുസ്ലിം ലീഗിന് ചോർന്നിരുന്നു. തങ്ങൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾ പരിഗണിക്കാതെ മുനീറിനെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കുറ്റിച്ചിറയിലെ മുസ്ലിം ലീഗ് വിമതർ മുനീറിനെ പരാജയപ്പെടുത്തുന്നതിനാവശ്യമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാണിക്ക് തിരിച്ചടിയായി പത്തനംതിട്ട ജില്ലയിൽ കേരള കോൺഗ്രസിൽ നിന്നും കൂട്ടരാജി. ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ അടക്കം നിരവധി പേരാണ് പാർട്ടി വിട്ടത്. പത്തനംതിട്ട ജില്ലയിലും പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് M മത്സരിക്കുന്ന തിരുവല്ല മണ്ഡലത്തിലും വലിയ തിരിച്ചടിയായിരിക്കും ഇതോടെ UDF നേരിടേണ്ടി വരിക. മാണി കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകിയാണ് സംസ്ഥാന ഭാരവാഹികളടക്കം നിരവധി പേർ പത്തനംതിട്ട ജില്ലയിൽ നിന്നും പാർട്ടി വിട്ടത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ രാജു നെടുവമ്പുറം, പ്രൊഫസർ ജേക്കബ് എബ്രഹാം, T. എബ്രഹാം, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് വർഗീസ് മുളക്കൽ, ജേക്കബ് ജോർജ് കുറ്റിയിൽ, അജു P. തോമസ് തുടങ്ങി യൂത്ത് ഫ്രണ്ട് ഭാരവാഹികൾ, മറ്റു പോഷക സംഘടനാ ഭാരവാഹികളടക്കം നിരവധി പേരാണ് പാർട്ടി വിട്ടത്. പാർട്ടി വിട്ടവർ പത്തനംതിട്ടയിൽ യോഗം ചേർന്ന് ഫ്രാൻസിസ് ജോർജ് വിഭാഗവുമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കെ ഫ്രാൻസിസ് ജോർജ് ex-MP നേതൃത്വം നൽകുന്ന അദ്ദേഹത്തിന് പാർട്ടിക്ക് പിന്തുണ കൊടുക്കുവാനായിട്ടാണ് അടിയന്തരമായിട്ട് ഇങ്ങനെ ഒരു നേതൃയോഗം കൂടിയത്. പാർട്ടിയുടെ മുൻ ജില്ലാ പ്രസിഡന്റും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ രാജു നെടുമ്പുറത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഇവിടെ യോഗം ചേർന്നത്. 4 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഈ കേരള കോൺഗ്രസ് M-ൽ നിന്ന് രാജിവെച്ച് കെ ഫ്രാൻസിസ് ജോർജിനോടൊപ്പം ചേരുകയാണ്. KM മാണിയുടെ പല തീരുമാനങ്ങളിലും നേരത്തെ തന്നെ വലിയ അമർഷം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. മകനെ ഉന്നത പദവികളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ മാത്രമാണ് മാണിക്ക് താല്പര്യം എന്നും ഇവർ പ്രതികരിച്ചു. ജില്ലയിലെ പ്രധാന നേതാക്കളടക്കം പാർട്ടി വിട്ടത് കേരള കോൺഗ്രസ് M മത്സരിക്കുന്ന തിരുവല്ലയിൽ വലിയ തിരിച്ചടിയായിരിക്കും പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് M-നും UDF-നും നൽകുക. ബിജേഷ് നടുവിൽ, പത്തനംതിട്ട. കളമശ്ശേരിയിൽ 3000 ലിറ്റർ സ്പിരിറ്റും 75 കേസ് വ്യാജമദ്യവും പിടിച്ചെടുത്തു. ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. ആലുവ എടയാർ റോഡിൽ ഇടമുള പാലത്തിന് സമീപമുള്ള വീട്ടിൽ ഇന്നലെ രാത്രി 9 മണിയോടെ ലോഡ് ഇറക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരാണ് വാഹനം തടഞ്ഞ് പോലീസിനെ അറിയിച്ചത്. കർണാടക രജിസ്ട്രേഷനുള്ള ലോറിയിൽ സ്പിരിറ്റ് നിറച്ച കന്നാസുകളും മദ്യ കേസുകളുമാണ് ലോറിയിലുണ്ടായിരുന്നത്. 35 ലിറ്റർ വരുന്ന 79 കന്നാസുകളും 157 കേസ് മദ്യവുമാണ് വണ്ടിയിലുണ്ടായത്. ജവാൻ റം, MC ബ്രാൻഡി, മാക്ഡവൽ തുടങ്ങിയ പേരുകളിൽ നിറച്ച മദ്യം വ്യാജനാണെന്ന് കരുതുന്നു. ലോഡ് ഇറക്കുകയായിരുന്ന വടകര തെക്കിൻ വീട്ടിൽ ഷൈജു, തൃശൂർ ഇക്കണ്ടൻ പറമ്പിൽ സുനിൽ എന്നിവരെ അറസ്റ്റ് ചെയ്തു.
കളമശ്ശേരി മുണ്ടിയിൽ പരീതംപിള്ള എന്നയാൾ വാടകയ്ക്ക് നൽകിയ വീട്ടിലാണ് സ്പിരിറ്റ് ഇറക്കിയിരുന്നത്. ഇയാളുടെ മകൻ വിജിലൻസ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഏതാനും മാസങ്ങളായി ഇവിടെ വ്യാജമദ്യ ഗോഡൌണായി പ്രവർത്തിച്ചു വരുന്നതായി നാട്ടുകാർ പറയുന്നു. വലിയ ലോറിയിൽ സ്പിരിറ്റും മദ്യവുമെത്തിച്ച് ചില്ലറ വ്യാപാരം ഇവിടെ ഉണ്ടായിരുന്നതായാണ് സംശയിക്കുന്നത്. മദ്യക്കുപ്പികളിൽ ബിവറേജസിന്റെ ഹോളോഗ്രാം ഉണ്ടായിരുന്നില്ല. അസിസ്റ്റന്റ് കമ്മീഷണർ KS വിജയൻ, നോർത്ത് CA നിസാമുദ്ദീൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരളത്തെ അറിയിക്കാതെ തമിഴ്നാട് സർക്കാർ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. സ്പിൽവേയുടെ പണികളും പെയിന്റിംഗ് പണികളുമാണ് അണക്കെട്ടിൽ തകൃതിയായി നടക്കുന്നത്. കേരളത്തെ അറിയിക്കാതെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ തമിഴ്നാട് സർക്കാർ വീണ്ടും അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത്. പൂർണ്ണമായും കേരളത്തിന്റെ അധീനതയിലുള്ള പ്രദേശത്ത് നടക്കുന്ന പ്രവർത്തനം കേരളത്തെ അറിയിക്കണമെന്നതാണ് ചട്ടം. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള കരാറിന്റെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിൽ നടക്കുന്നത്. സ്പിൽവേയിലെ അറ്റകുറ്റപ്പണികളും അണക്കെട്ടിലെ പെയിന്റിംഗ് ജോലികളുമാണ് പുരോഗമിക്കുന്നത്. 20 തൊഴിലാളികളെയാണ് പ്രവർത്തികൾക്കായി തമിഴ്നാട് സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. അണക്കെട്ടിലെ പ്രവർത്തികളെക്കുറിച്ച് തമിഴ്നാട് സർക്കാർ നാളിതുവരെ കേരളത്തെ ഒന്നും അറിയിച്ചിട്ടില്ല. അണക്കെട്ടിലെ ദുർബല പ്രദേശങ്ങളുണ്ടായ ചോർച്ച സിമന്റ് ഉപയോഗിച്ച് ബലപ്പെടുത്താനുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ നടത്തുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് കുറഞ്ഞതിനാൽ അറ്റകുറ്റപ്പണികൾ എളുപ്പത്തിൽ തീർക്കാനാവും എന്നതാണ് തമിഴ്നാട് അധികൃതരുടെ നിഗമനം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ആശങ്ക വിട്ടുമാറാത്ത മുല്ലപ്പെരിയാർ വിഷയത്തിൽ വീണ്ടും ആശങ്ക അറിയിച്ച ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ്. ആശങ്ക പരിഹരിക്കാനാവാത്ത പ്രതിസന്ധിയിലാണ് സംസ്ഥാന സർക്കാരെന്ന് ജോസഫ്. രാഷ്ട്രീയ പരിഹാരമെന്ന കേരളത്തിന്റെ നിർദ്ദേശം UPA സർക്കാരിനെന്ന പോലെ NDA സർക്കാരും അവഗണിച്ചെന്നും PJ ജോസഫിന്റെ തുറന്നു പറച്ചിൽ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ കേരളത്തെ അറിയാതെ തമിഴ്നാട് സർക്കാർ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ച ഘട്ടത്തിലാണ് അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് വീണ്ടും പ്രതികരിച്ചത്. അണക്കെട്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നതായി മന്ത്രി പറഞ്ഞു. ഇത്രയും പഴക്കമുള്ള ഒരു ഡാമിന്റെ അപകട ഭീഷണി ഇപ്പോഴും ഉണ്ട്. കാരണം ഈ 120 കൊല്ലം പഴക്കമുള്ള ഡാം എത്ര കാലം നിൽക്കും എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ആ ആശങ്ക ഉണ്ട്. പക്ഷേ നമുക്ക് മുന്നോട്ട് കഴിയാത്തൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. UDF സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോഴും മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ കഴിഞ്ഞ UPA സർക്കാരും ഇപ്പോഴത്തെ NDA സർക്കാരും തയ്യാറാകുന്നില്ല എന്ന കാര്യവും അദ്ദേഹം തുറന്നു പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് അതിനകത്ത് ഇടപെടണമെന്ന് കാണിച്ച് പലവട്ടം അഖിലകക്ഷി നിയമ സംഘവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനിപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് ഈ ഗവൺമെൻറ് ഒന്നും ആ നിലയിൽ ഇടപെടാൻ തയ്യാറായിട്ട് പൊളിറ്റിക്കൽ സെറ്റിൽമെൻ്റ് ആണ് നമ്മൾ സജസ്റ്റ് ചെയ്തത്. അവരതിന് വഴങ്ങുന്നില്ല. ഒരു പിടിവാശിയായിട്ട് നിൽക്കുകയാണ് തമിഴ്നാട് ഗവൺമെൻറ്. 35 ലക്ഷം ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന വിഷയത്തിൽ തുടക്കം മുതൽ കേരള സർക്കാർ ശ്രമിക്കുന്ന രാഷ്ട്രീയ ഒത്തുതീർപ്പിന് കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കുന്നില്ല എന്ന പരിഭവവും PJ ജോസഫിനുണ്ട്. കേവലം വോട്ട് രാഷ്ട്രീയത്തിന് തമിഴ്നാടും കേന്ദ്ര സർക്കാരും ശ്രമിക്കുമ്പോൾ ജനങ്ങളുടെ ജീവനാണ് പ്രാധാന്യമെന്ന് ജോസഫ് രാഷ്ട്രീയം മറന്നു പറയുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ മറുപടി പറയും. JNU രോഹിത് വെമുല വിഷയങ്ങളിൽ മോദി പറയണം എന്നതാണ് ഇടതുപക്ഷത്തിന്റെ ആവശ്യം. ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ വിവാദ വിഷയങ്ങളിൽ മോദി മൗനം പാലിച്ചത് ഏറെ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് രാജ്യസഭയിൽ JNU സംഭവത്തിലടക്കം മോദി മൗനം വെടിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ വിവാദത്തിൽ സൈനികരെക്കാൾ ധൈര്യശാലികൾ വ്യാപാരികളാണെന്ന പ്രധാനമന്ത്രിയുടെ പ്രസംഗം സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് മറുപടി പറയാനാകാതെ BJP നേതൃത്വം പ്രതിസന്ധിയിലായിരിക്കുന്നത്. സൈനികരെ ഉദാഹരിച്ച് ദേശീയതാ പ്രസംഗം നടത്താൻ BJPക്കാർക്ക് അർഹതയില്ല എന്നതാണ് മോഡിയുടെ പഴയ പ്രസംഗം ചൂണ്ടിക്കാട്ടി സമൂഹമാധ്യമങ്ങളിൽ നിറയുന്ന വിമർശനം. സൈനികരെ അപമാനിച്ച മോഡി മാപ്പ് പറയണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. 2014 ഫെബ്രുവരിയിൽ ദില്ലിയിൽ വ്യാപാരി സംഘടനയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരിഞ്ഞുകൊത്തുന്നത്. അന്ന് വ്യാപാരികളെ അകമഴിഞ്ഞ് പ്രശംസിച്ച മോഡി സൈനികരെക്കാൾ ധൈര്യശാലികൾ വ്യാപാരികളാണ് എന്ന് പ്രസംഗിച്ചു. JNU സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ദേശീയത സജീവ ചർച്ചയായ സാഹചര്യത്തിലാണ് മോഡിയുടെ പഴയ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ദേശീയതയെപ്പറ്റിയുള്ള പ്രസംഗങ്ങളിലും പ്രസ്താവനകളിലും BJP നേതാക്കൾ സൈനികരെ ഉദാഹരിക്കുന്നതാണ് മോഡിയുടെ പഴയ പ്രസംഗം ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. മോഡിയുടെ പ്രസംഗം സൈനികരെ അപമാനിക്കുന്നതാണെന്നും മോഡി മാപ്പ് പറയണമെന്നുമുള്ള ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി.
സാമൂഹ്യ വികസനത്തിനായി പ്രവർത്തിച്ച സാധാരണക്കാരായ സ്ത്രീകളെ ഈസ്റ്റേൺ കമ്പനി ആദരിച്ചു. വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിച്ച 15 സ്ത്രീകളെയാണ് ആദരിച്ചത്. KSIDC MD ഡോക്ടർ എം ബീന വിജയികൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഈസ്റ്റേൺ ഗ്രൂപ്പ് പ്രതിനിധികളായ നഫീസ മീരാൻ, ഫിറോസ് മീരാൻ തുടങ്ങിയവർ പങ്കെടുത്തു.